ഭക്തജനാദിമാർക്കും ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിഷ്ണുമായ സ്വാമിയുടെ ദേഹശുദ്ധിയും പീഠപൂജയും കഴിഞ്ഞ വീഡിയോകളായി നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ വിഷ്ണുമായ സ്വാമിയുടെ ആവാഹനം ആണ് പഠിക്കുന്നത്. സ്വാമി മൂർത്തി കൽപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് സ്വാമിയെ ആവാഹിക്കേണ്ടത്, ആ ബിംബത്തിലേക്ക് നമ്മൾ പൂജിക്കുന്ന ഉപാധിയിലേക്ക് ആവാഹിക്കേണ്ടതായിട്ടുള്ള ക്രിയയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിഷ്ണുമായ സ്വാമിയുടെ ഉപാസകർ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സന്ധ്യാവന്ദന വിധികളും ഉപാസനാക്രമങ്ങളുമെല്ലാം ചെറിയ രീതിയിൽ ഒരു വീഡിയോ ആയി മുൻപ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സ്വാമിയുടെ പൂജാപഠനത്തിലേക്ക് തിരിഞ്ഞത്. അതിൽ സ്വാമിയുടെ ദേഹശുദ്ധിയും പീഠപൂജയും ചെറിയ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി സ്വാമിയുടെ ആവാഹനം എന്ന ക്രിയയാണ് ഇതിലൂടെ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രീമായ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള വീഡിയോകളും മറ്റു എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ നൽകുന്നതിന് പ്രചോദനമായിട്ടുള്ളത്. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ദേഹശുദ്ധിയും പീഠപൂജയും കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം വരുന്ന ക്രിയകളാണ് പറയുന്നത്. പീഠപൂജ കഴിഞ്ഞാൽ വിഷ്ണുമായ സ്വാമിയെ മൂർത്തി കൽപ്പിക്കുക എന്ന ക്രിയയും കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം അല്പം പുഷ്പവും അക്ഷതവും ചന്ദനവും കൂട്ടിയെടുത്തിട്ട്, അക്ഷതം എന്ന് വെച്ചാൽ ഒരു പിടി നെല്ലും 2 പിടി ഉണങ്ങലരിയും ഇവ ചേർത്ത് മിക്സ് ചെയ്ത് കഴുകി എടുത്തു വേണം പൂജയ്ക്ക് ഉപയോഗിക്കുവാൻ. ആ മിക്സ് ചെയ്തെടുക്കുന്ന അരിയും നെല്ലും മിക്സ് ചെയ്തെടുക്കുന്നതാണ് അക്ഷതം. അപ്പോൾ അല്പം പുഷ്പം, അക്ഷതം, ചന്ദനം ഇവ എല്ലാം കൂട്ടിയെടുത്തുകൊണ്ട് അഞ്ജലി മുദ്രയാൽ, അഞ്ജലി മുദ്ര എന്നാൽ നമ്മൾ കൈകൂപ്പി തൊഴുന്ന ആ ഒരു മുദ്ര, ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് ആദ്യം 3 തവണ പ്രണവം ജപിക്കുക. ഓം നമ, ഓം നമ, ഓം നമ, ഇങ്ങനെ 3 പ്രണവം ജപിച്ച് പീഠശക്തി മന്ത്രവും ജപിച്ച്, പീഠശക്തി മന്ത്രം എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഏത് ഭാവത്തിലാണ് സ്വാമിയെ പൂജിക്കുന്നത്, അതായത് ശൈവമാണോ വൈഷ്ണവമാണോ ശാക്തേയമാണോ. അതായത് ശൈവം ശാക്തേയമൊക്കെ ആണെങ്കിൽ ഹ്രീം എന്നാണ് സാധാരണയായിട്ട് ആ പീഠശക്തി മന്ത്രം വരുന്നത്. വൈഷ്ണവമാണെങ്കിൽ ശ്രീം എന്നും വരും. ആ പീഠശക്തി മന്ത്രവും വിഷ്ണുമായ സ്വാമിയുടെ ഗായത്രിയും, സ്വാമിയുടെ ഗായത്രി അറിയാവുന്നവർ അത് ജപിക്കുക. അത് നിങ്ങൾ ഏത് ഗായത്രി വെച്ചാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ നിന്ന് ഉപദേശം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഗുരു നിർദ്ദേശിക്കും ഏതാണ് ഉപചാരം എന്നാണ് പറയുക. ഉപചാരമന്ത്രം അല്ലെങ്കിൽ വിഷ്ണുമായ ഗായത്രി എന്നും പറയാം. അപ്പോൾ ആ ഗുരുവിൽ നിന്നും ആ ഗായത്രി അറിഞ്ഞു വെക്കേണ്ടതാണ്. അതല്ല അറിയാത്തവരാണെങ്കിൽ സ്വാമിയുടെ ധ്യാനം ചൊല്ലിയാൽ മതി. നിങ്ങൾ ഏത് ധ്യാനത്താലാണോ സ്വാമിയെ ഉപാസിക്കുന്നത് ആ ധ്യാനമന്ത്രം ചൊല്ലുക. അതിനുശേഷം 3 തവണ സ്വാമിയുടെ മൂലമന്ത്രവും ജപിക്കുക. അപ്പോൾ ആദ്യം 3 പ്രണവം, പിന്നെ വിഷ്ണുമായ ഗായത്രി അല്ലെങ്കിൽ സ്വാമിയുടെ ധ്യാനം, അതിനുശേഷം 3 തവണ സ്വാമിയുടെ മൂലമന്ത്രം. ഇവയെല്ലാം ജപിച്ചുകൊണ്ട് സ്വാമിയെ തൻ്റെ മുൻപിലിരിക്കുന്ന ആ
ബിംബത്തിലേക്കോ നിങ്ങൾ എന്ത് ഉപാധിയിലാണോ പൂജിക്കുന്നത് ആ ഉപാധിയിലേക്ക് സ്വാമിയെ ആവാഹിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ആ പുഷ്പാക്ഷതങ്ങൾ ആ ബിംബത്തിലേക്കോ അല്ലെങ്കിൽ ഉപാധിയിലേക്കോ ചേർക്കുക. ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ക്രിയയാണ്. ഒരു ദേവതയെ ആവാഹിച്ചിരുത്തുക എന്നത്. ഒരു ഗുരുവിൽ നിന്നും മന്ത്രമോ പൂജയോ ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ആ ഗുരു നിർദ്ദേശിക്കുന്ന രീതിയിൽ അവർ അവരുടെ അനുഷ്ഠാനങ്ങൾ ആചരിക്കേണ്ടതാണ്. പൂജ അറിയാത്ത ഭക്തരുടെയും സാധാരണ ഭക്തർക്കും അല്ലെങ്കിൽ സ്വാമിയെ ഉപാസിക്കുന്നവർ പൂജ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനലിലൂടെ ഇങ്ങനെ സ്വാമിയുടെ പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാമിയെ തൻ്റെ ധ്യാനമന്ത്രത്തിനനുസരിച്ച് തൻ്റെ ഭാവനയ്ക്കുമനുസരിച്ച് ആവാഹിച്ച് തൻ്റെ മുൻപിലുള്ള ആ പീഠത്തിലേക്ക് ഇരുത്തുക. പീഠമായാലും അല്ലെങ്കിൽ ബിംബമോ സ്വാമിയുടെ എന്ത് ഉപാധിയാണോ ഉള്ളത് അതിലേക്ക് ആവാഹിച്ച് ഇരുത്തുക. ആവാഹിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താൻ ഏത് ധ്യാനത്തിലാണ് സ്വാമിയെ തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് കാണുന്നത്, ആ ഭാവനയിൽ സ്വാമി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കിരീടങ്ങൾ, ആയുധങ്ങൾ, സ്വാമിയുടെ വാഹനം, അതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്വാമിയെ ആവാഹിക്കാൻ. ഉദാഹരണത്തിന് സ്വാമിയുടെ ഒരു ധ്യാനമായിട്ടുള്ള കാർവർണം കോമളാംഗം കനകമണിലസൽ തൃക്കിരീടോജ്വലാഭം കാർവേണി ചന്ദ്രഭാലം സരസിജനയനം പുഞ്ചിരി പൂമുഖാബ്ജം സർവാംഗം സ്വർണഭൂഷ പരിലസിതമയം തോത്രവേത്രാഭിരാമം സർവജ്ഞം ധ്യായതേ മാം പരമശിവസുതം ശ്രീമഹാവിഷ്ണുമായാം. ഈ ധ്യാനമെടുത്താൽ കാർവർണം കോമളാംഗം കാർവർണം എന്നതിന് കാർമേഘത്തിൻ്റെ നിറം എന്നാണ് അർത്ഥം, കറുപ്പ് നിറം. അതുപോലെ കോമളാംഗം വളരെ കോമളമായിട്ടുള്ള അംഗം എന്ന് പറഞ്ഞാൽ ശരീരത്തോടു കൂടിയതും. അതുപോലെ കനകമണിലസൽ തൃക്കിരീടോജ്വലാഭം കനകമണികളാൽ തിളങ്ങുന്ന, സ്വർണത്താൽ തിളങ്ങുന്ന കിരീടം ധരിച്ച് ആ കിരീടത്താൽ ശോഭയാർന്നവനും. കാർവേണി ചന്ദ്രഭാലം ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ചെറിയ കുറുനിരകളാൽ ചെറിയ മുടികളാൽ അലങ്കൃതനായവനും. സരസിജനയനം സരസിജം എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ നയനം, കണ്ണുകളുള്ളവനും. പുഞ്ചിരി പൂമുഖാബ്ജം പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവനും, വളരെ നല്ല രീതിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവനും. സർവാംഗം സ്വർണഭൂഷ പരിലസിതമയം സർവാംഗങ്ങളിലും സ്വർണം ധരിച്ച് പരിലസിക്കുന്നവനും. തോത്രവേത്രാഭിരാമം തോത്രം എന്ന് പറഞ്ഞാൽ ശൂരലും, അതായത് കാലിക്കോലും മധുപാത്രവും ചിരട്ടയും കയ്യിൽ പിടിച്ചിരിക്കുന്നവനും. സർവജ്ഞനാണ്. തൻ്റെ ദേവത, താൻ ഉപാസിക്കുന്ന ദേവത സർവദേവതയെക്കാളും മുൻപിലുള്ളവനാണ്, ഉയർന്നവനാണ് എന്ന സങ്കല്പം തനിക്ക് ഒരു ഉപാസകന് തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആ സർവജ്ഞനും അതുപോലെ തന്നെ ധ്യായതേ മാം സർവജ്ഞനെ, അങ്ങനെയുള്ള ആ ഈശ്വരനെ ധ്യായതേ മാം ഞാൻ ധ്യാനിക്കുന്നു. പരമശിവസുതം പരമശിവൻ്റെ പുത്രനായിരിക്കുന്നവനുമായ ശ്രീ മഹാവിഷ്ണുമായ വിഷ്ണുമായയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ആ ധ്യാനത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ ധ്യാനം ചെല്ലുമ്പോൾ ആ സങ്കല്പം, ആ ധ്യാനത്തിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൻ്റെ സങ്കല്പം നമ്മുടെ മനസ്സിലും ഉണ്ടാവണം. ഇപ്രകാരം ദേവനെ ആവാഹിച്ച് ആ ഉപാധിയിലേക്ക് ആ പുഷ്പാക്ഷതങ്ങൾ ചേർത്ത്, പിന്നെ ആവാഹനാദി മുദ്രകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അറിയില്ലെങ്കിൽ കൈകൂപ്പി തൊഴുത് ആ ദേവൻ വളരെ
മന്ദസ്മിതത്തോടെ നല്ല സന്തോഷവാനായിക്കൊണ്ട് നമ്മുടെ മുൻപിലിരിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അല്പം പുഷ്പമെടുത്ത് വീണ്ടും ദേവനെ പാദങ്ങളിൽ ഇട്ടുകൊണ്ട് നമസ്കരിക്കുക. ഇത്രയുമാണ് ആവാഹനം എന്ന ക്രിയയിൽ വരുന്നത്. അപ്പോൾ സ്വാമിയുടെ പൂജയുടെ തുടക്കം ദേഹശുദ്ധി, പീഠപൂജ, അതുപോലെ മൂർത്തി കൽപ്പന, മൂർത്തി ആവാഹനം. സ്വാമിയെ ആവാഹിച്ചു. അതിനുശേഷമാണ് മൂർത്തി പൂജ എന്നത് വരുന്നത്. ആ ഭാഗം അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോൾ 3 ഭാഗങ്ങളായിട്ട് സ്വാമിയുടെ പൂജ പഠനങ്ങൾ വീഡിയോകളായിട്ട് നൽകിയിരുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം, മറുപടി നൽകുന്നതാണ്. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.